കായംകുളം മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് ഉതകുന്ന മാസ്റ്റർ പ്ലാൻ മുന്നോട്ട് വയ്ക്കുന്നുവെന്ന് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി M. ലിജു പറഞ്ഞു. മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലെ സാധ്യതകളും മാസ്റ്റർ പ്ലാനിൽ പരിഗണിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന് ആവശ്യമായ മാസ്റ്റർ പ്ലാൻ മുന്നോട്ട് വെച്ചാണ് മത്സരരംഗത്ത് ഉള്ളതെന്ന് കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M. ലിജു പറഞ്ഞു. മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ സാധ്യതകൾ കൂടി പരിഗണിച്ചുള്ള വികസന മാസ്റ്റർ പ്ലാനാണ് മുന്നിലുള്ളത്. വ്യാപാര, വാണിജ്യ, സാംസ്കാരിക, ആധ്യാത്മിക മേഖലയിലെ പ്രദേശത്തിന്റെ പ്രാധാന്യം കൂടി മാസ്റ്റർ പ്ലാനിൽ പരിഗണിക്കുന്നുണ്ട്. നിരവധി വ്യാപാര, വാണിജ്യ, സാംസ്കാരിക, ആത്മീയ പാരമ്പര്യമുള്ള ഒരു നാടാണ് കായംകുളം. കായംകുളത്തെ സംബന്ധിച്ച് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ്. നമുക്ക് കായംകുളം നിയോജകമണ്ഡലത്തിന് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാണ്. കായംകുളം നഗരത്തിന്റെ വ്യാപാര, വാണിജ്യ സാധ്യതകൾ, കൃഷ്ണപുരം പോലെയുള്ള പഞ്ചായത്തുകളിലാകട്ടെ ചരിത്രപരമായ കൊട്ടാരങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് കൃഷ്ണപുരം. പുതുപ്പള്ളിക്ക് അതിൻ്റെതായ ശ്രീനാരായണ ഗുരുദേവൻ്റേത് ഉൾപ്പെടെയുള്ള ഒരു പാരമ്പര്യം പുതുപ്പള്ളിക്കുണ്ട്. കണ്ടല്ലൂരിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ടൂറിസം, കാർഷിക സാധ്യതകളുണ്ട്. ചെട്ടുകുളങ്ങരയാകട്ടെ യുനെസ്കോയുടെ ഹെറിറ്റേജ് പട്ടികയിൽപ്പെട്ട ഒന്നാണ്. പത്തിയൂരിനും അതിൻ്റെതായ കാർഷിക സാധ്യതകൾ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നമുക്ക് കായംകുളം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് അടുത്ത 50 വർഷം കഴിഞ്ഞുള്ള കായംകുളം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ചിന്ത ഇപ്പോഴേ ആരംഭിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ വളരെ 2 മാസത്തിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കണമെന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. എല്ലാ സാധ്യതകളും പരിഗണിച്ച് കായംകുളം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സംസാരിച്ച് ഭേദഗതികൾ വരുത്തുകയും അതോടൊപ്പം തന്നെ കായംകുളത്തെ ജനങ്ങളുടെ, വോട്ടർമാരുടെ അഭിപ്രായം അതുകൂടി സ്വീകരിച്ച് നമുക്ക് ഒരു വളരെ പ്രസക്തമായ ഒരു കായംകുളം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം. ആ മാസ്റ്റർ പ്ലാന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകേണ്ടത്. യഥാർത്ഥത്തിൽ കായംകുളത്തെ സംബന്ധിച്ച് വ്യാപാര, വാണിജ്യ സാധ്യതകൾ വളരെ വലുതാണ്. കായംകുളം KSRTC സ്റ്റാൻഡ് തന്നെ ഒരു ഇന്റഗ്രേറ്റഡ് ട്രാവൽ ഹബ്ബായി നമുക്ക് മാറ്റണം. ഒരു കൊച്ചി വാട്ടർ മെട്രോയുടെ മാതൃകയിൽ ഒരു കായംകുളം വാട്ടർ മെട്രോ വിവിധ സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാനുള്ള വാട്ടർ മെട്രോ ആക്കി മാറ്റാം. വിവിധ സ്ഥലങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അപ്പോൾ ഒരു ഇന്റഗ്രേറ്റഡ് ട്രാവൽ ഹബ്ബായി അല്ലെങ്കിൽ അത്തരത്തിലൊരു കായംകുളം KSRTC സ്റ്റാൻഡിനെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ആരോഗ്യ മേഖലയിലാകട്ടെ നമുക്ക് ഇപ്പോൾ നിലവിൽ ഡോക്ടർമാർ പോലും, ഒരു ഡോക്ടറാണ് കായംകുളം താലൂക്ക് ആശുപത്രിയിലുള്ളത്. ഒരു ആരോഗ്യ നെറ്റ്വർക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യണം. താലൂക്ക് ആശുപത്രിയെ വികസിപ്പിക്കണം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉയർത്തി വളരെ ശക്തമായ ഒരു ആരോഗ്യ സംവിധാനം ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. കായംകുളത്ത് വലിയ ടൂറിസം സാധ്യതകൾ, കായംകുളത്തിന്റെ ആത്മീയ സാംസ്കാരിക പാരമ്പര്യം ഒക്കെ കണക്കിലെടുത്ത് മറ്റ് മികച്ച പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തുവാൻ സാധിക്കും. ശ്രീനാരായണ ഗുരുദേവന്റെ വിദ്യാഭ്യാസം നേടിയ പുതുപ്പള്ളിയെ സംബന്ധിച്ച് അതിനെ അത്തരത്തിൽ ആ ഒരു സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ തന്നെ കൃഷ്ണപുരത്തുള്ള ശ്രീ കാട്ടുമണശ്ശി ശങ്കരന്റെ പേരുള്ള സാംസ്കാരിക കേന്ദ്രത്തെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം. കായംകുളം നഗരത്തിന്റെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകുന്ന മാസ്റ്റർ പ്ലാനാണ് ഉള്ളത്. വികസന സാധ്യതകളും പദ്ധതികളുമൊക്കെ വിഭാവനം ചെയ്യുന്ന തരത്തിലാണ് മാസ്റ്റർ പ്ലാൻ ഉള്ളതെന്നും M. ലിജു CDNet ന്യൂസിനോട് പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.